2025 ജനുവരി 1 മുതൽ UK സർക്കാർ സ്കിൽഡ് വർക്കർ വിസകൾക്കുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദഗ്ധ തൊഴിലാളി വിസകൾക്കുള്ള ശമ്പള പരിധി ഗണ്യമായി ഉയർത്തി. പല മേഖലകളിലും തൊഴിലാളികൾക്ക് വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് ഉയർന്ന ശമ്പള ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട്. ഈ പുതിയ ശമ്പള പരിധിയിൽ ചിലത് 82% വരെ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. ഉയർന്ന വൈദഗ്ധ്യമുള്ളവരും നല്ല ശമ്പളം ലഭിക്കുന്നവരുമായ തൊഴിലാളികളെ മാത്രം UK തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക എന്നതാണ് മാറ്റത്തിൻ്റെ ലക്ഷ്യം. പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിലാണ് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് UK സർക്കാർ വ്യക്തമാക്കുന്നു. ഈ പുതിയ നിയമങ്ങൾ സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളെ ബാധിക്കും. ഉയർന്ന ശമ്പളമുള്ള ജോലി ഓഫർ ഇല്ലെങ്കിൽ തൊഴിലാളികൾക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപേക്ഷകർക്ക് കുറഞ്ഞത് 38,700 പൗണ്ട് ശമ്പളം ഉണ്ടാകേണ്ടതുണ്ട്. ഇതുവരെ 26,200 പൗണ്ടായിരുന്നു വേണ്ടിയിരുന്നത്. PhD ഉള്ളവർക്ക് അവരുടെ ശമ്പളം 23,800 പൗണ്ടിൽ നിന്ന് 34,830 പൗണ്ടായി വർദ്ധിക്കും. അതേസമയം സ്റ്റീം PhD ഉള്ളവർക്ക് 20,960 പൗണ്ടിൽ നിന്ന് 30,960 പൗണ്ട് എന്ന പരിധി പാലിക്കേണ്ടതുണ്ട്. ക്ഷാമമുള്ള തൊഴിൽ പട്ടികയിലുള്ള ജോലികൾക്കും തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്ന പുതിയ തൊഴിലാളികൾക്കും കുറഞ്ഞത് 30,960 പൗണ്ട് ശമ്പളം ആവശ്യമാണ്. ഏറ്റവും യോഗ്യതയുള്ളതും ഉയർന്ന വരുമാനമുള്ളതുമായ തൊഴിലാളികൾ മാത്രം സ്കിൽഡ് വർക്കർ വിസകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയാണ് UK സർക്കാർ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ പരിധികൾ UKയിലെ ശരാശരി ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് വിസ നേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്ക് പുതിയ ശമ്പള പരിധിയിലുള്ള തൊഴിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. പല അപേക്ഷകർക്കും ഉയർന്ന ശമ്പളം ആവശ്യപ്പെടേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറുള്ള തൊഴിലുടമകളെ കണ്ടെത്തേണ്ടിയും വന്നേക്കാം. തൊഴിലാളിക്ഷാമം നേരിടുന്ന തൊഴിൽ പട്ടികയിലെ റോളുകൾക്കുള്ള 20% കിഴിവ് ഇനി ബാധകമാകില്ല. PhDകളുള്ള തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് സ്റ്റീം മേഖലകളിൽ ഇപ്പോഴും ചില ശമ്പള കിഴിവുകൾ ലഭിക്കും. സമീപകാല ബിരുദധാരികൾക്കും പുതിയ തൊഴിലാളികൾക്കും കുറഞ്ഞ ശമ്പളം ആവശ്യകതകൾ തുടരും. ഇത് അവർക്ക് യോഗ്യത നേടുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കും. വിസയ്ക്ക് യോഗ്യത നേടുന്ന തൊഴിലാളികളുടെ എണ്ണം കുറയും. ഉയർന്ന ശമ്പളമുള്ള സ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നിരുന്നാലും യോഗ്യത കുറഞ്ഞ റോളുകൾ ഉള്ളതിനാൽ ഈ ജോലികൾക്കായുള്ള മത്സരവും കുറവായിരിക്കും. പുതിയ UK വിസ നിയമങ്ങൾ തൊഴിലുടമകളെയും തൊഴിൽ വിപണിയെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുമ്പോൾ കമ്പനികൾ ഉയർന്ന ശമ്പളം നൽകേണ്ടി വരും. ഇത് അവരുടെ ചെലവ് വർദ്ധിപ്പിക്കും. ഉയർന്ന ശമ്പള പരിധി പാലിക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നതിനാൽ തൊഴിലുടമകൾക്ക് കുറച്ച് അപേക്ഷകൾ മാത്രമേ ലഭിക്കൂ. ഇത് നിയമനം എളുപ്പമാക്കും. എന്നാൽ കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുള്ള വ്യവസായങ്ങളിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും.